നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് സ്റ്റാർട്ടിങ് ഏർലി ആണ്. ഫൈനൽ പ്രൊജക്ട് വളരെ ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളുടെ ലാസ്റ്റ് സെമ്മിന് 2 മാസം മുമ്പെങ്കിലും ഫൈനൽ പ്രൊജക്ടിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തെ കോമൺ മിസ്റ്റേക്ക് ആണ് പ്രോപ്പർ ആയിട്ട് പ്ലാനിങ് ഇല്ലാത്തത്. നമ്മൾ ഫൈനൽ പ്രൊജക്ടിന് ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. ഓരോ ഡിഫറെന്റ് ഫേസസിനും ഇനഫ് ആയിട്ടുള്ള ടൈം നൽകാത്തതായി പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിന് പ്രൊജക്ട്സിനെ മാനേജബിൾ ഡിഫറെന്റ് ഫേസസ് ആയി ഡിവൈഡ് ചെയ്യുക. റിസർച്ചും ഡെവലപ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് എല്ലാത്തിനും അഡിക്വേറ്റ് ടൈം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് നോട്ട് ചൂസിങ് എ റിയലിസ്റ്റിക് ടോപ്പിക്. ഫൈനൽ പ്രൊജക്ട് ഡെഫിനറ്റ്ലി ചലഞ്ചിങ് ആയിരിക്കണം. പക്ഷേ എന്നും പറഞ്ഞ ഒരു അൺറിയലിസ്റ്റിക് ടോപ്പിക് ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഫൈനൽ പ്രൊജക്ടിന്റെ പർപ്പസ് തന്നെ നിങ്ങൾക്ക് 3-4 വർഷം പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സ്പേസ് വരിക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കേൾക്കുന്നതിന് നല്ല പ്രഷർ കാണും. കഴിഞ്ഞ വർഷം ഇവിടെ അക്കാഡമിക് പ്രൊജക്ട്സ് ഇന്റേൺഷിപ്പ് ആയിട്ട് ചെയ്യാമെന്ന് കുട്ടികളോട് ഗൈഡ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ് അതിന്റെ കൂടെ ഒരു ഹോൾസെയിൽ മോഡ്യൂളും കൂടെ ആഡ് ചെയ്യണമെന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കപ്പോൾ കുട്ടികളുടെ സിറ്റുവേഷൻ വളരെ പരിതാപകരമായിട്ടാണ് തോന്നിയത്. കാരണം ഫ്ലിപ്കാർട്ടോ ആമസോണോ ഇപ്പോൾ ഉള്ള വെബ്സൈറ്റ് തന്നെ എത്രയോ ആൾക്കാർ മാസങ്ങളോളം ഇരുന്ന് ഇറർ ഫ്രീ ആയിട്ട് ചെയ്ത പ്രൊജക്ടിന് ആ ഒരു പ്രൊജക്ട് 2 മാസം 3 മാസം കൊണ്ട് ഒരു പ്രാക്ടിക്കൽ നോളജും ഇല്ലാത്തൊരു കുട്ടിയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സാറന്മാർ കുട്ടികളോട് ക്രൂരതയാണ് കാണിക്കുന്നത്. സോ എല്ലാ സാറന്മാരോടും എല്ലാ ഗൈഡുമാരും എനിക്കുള്ള റിക്വസ്റ്റ് ആണ്, കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ചെറിയൊരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു മോഡ്യൂൾ, ചെറിയൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, എന്തെങ്കിലും അവർക്ക് പ്രാക്ടിക്കലായിട്ട് സ്വന്തമായിട്ട് 3-4 മാസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് മാത്രം അവർക്ക് പറയാം. റിയലിസ്റ്റിക് ആയ ടോപ്പിക്ക് മാത്രം അവർക്ക് നൽകുക. അവർക്ക് ഓവർ എക്സ്പോഷർ കൊണ്ട് ഒരു കാര്യമില്ല. അവിടെ എവിടെയെങ്കിലും ചെന്ന് റെഡിമെയ്ഡ് ആയിട്ട് പ്രൊജക്ട് മാത്രം വാങ്ങിക്കത്തേ ഉള്ളൂ. അവർക്ക് മാർക്ക് കിട്ടുന്നില്ല, ഒരു കരിയറിൽ അതുകൊണ്ട് ഒരു ഗുണം കിട്ടത്തില്ല. സോ ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ് ഫോർ ഓൾ ദ ഗൈഡ്സ് ആൻഡ് ഫാക്കൽറ്റീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊജക്ട് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാതെ സ്വന്തമായിട്ട് ഹാർഡ് കോർ ബിൽഡ് ചെയ്ത് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് ഇന്റേൺഷിപ്പിലൂടെ ഫൈനൽ പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു കെൻ കണക്ട് വിത്ത് us at 97462 111.